Hello friends, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് Poco X2 എന്ന ഡിവൈസിന്റെ വിശേഷങ്ങളാണ്. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോയിലോട്ട് പോകാം. 2018 ഓഗസ്റ്റിലായിരുന്നു ഷവോമിയുടെ സബ് ബ്രാൻഡായിരുന്ന പോക്കോ അതിന്റെ ആദ്യത്തെ ഡിവൈസായ പോക്കോ F1 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോക്കോ F1ന്റെ ലോഞ്ചിങ് മൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വലിയ തരംഗം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണങ്ങൾ അന്നത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസർ ആയിരുന്ന സ്നാപ്ഡ്രാഗൺ 845 ചിപ്സെറ്റ് വിത്ത് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയോട് കൂടിയായിരുന്നു പോക്കോ അതിന്റെ ആദ്യത്തെ ഡിവൈസായ പോക്കോ F1 ലോഞ്ച് ചെയ്തത്. ഇതുകൂടാതെ ഒട്ടനവധി ഫീച്ചേഴ്സും ആ പോക്കോ F1 എന്ന ഡിവൈസിൽ ഉണ്ടായിരുന്നു. വെറും 20,000 രൂപയ്ക്കായിരുന്നു അതിന്റെ ബേസ് മോഡൽ പോക്കോ ലോഞ്ച് ചെയ്തത്. സോ അതൊരു വലിയ കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഇതിന്റെ കോമ്പറ്റേറ്റർ ബ്രാൻഡ്സ് ആയ വൺപ്ലസിനും അസൂസിനും. 2018 പോക്കോ F1 ലോഞ്ച് ചെയ്ത ശേഷം ഇന്ന് 2020 ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടും പോക്കോ അതിന്റെ അടുത്ത ഡിവൈസിനെ കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്റർനെറ്റിലൂടെ ഒട്ടനവധി റൂമേഴ്സ് പ്രചരിക്കുന്നുണ്ടായിരുന്നു. പോക്കോന്റെ അടുത്ത ഡിവൈസ് പോക്കോ F2 ആണെന്നുള്ള റൂമേഴ്സ് ഇന്റർനെറ്റിലൂടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിനെല്ലാം വിരാമം വിട്ടുകൊണ്ട് പോക്കോവിന്റെ ജനറൽ മാനേജറായ സി മൻമോഹൻ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിൽ പോക്കോന്റെ അടുത്ത ഡിവൈസ് പോക്കോ F2 അല്ല പോക്കോ X2 ആണെന്ന് അദ്ദേഹം ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഒരു യുണീക്ക് ബ്രാൻഡായിട്ടാണ് പോക്കോ അതിന്റെ പോക്കോ X2 എന്ന ഡിവൈസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഷവോമിയിൽ നിന്ന് വേർപിരിഞ്ഞ് പോക്കോ ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ബ്രാൻഡായിട്ടാണ് ഫംഗ്ഷൻ ആകാൻ പോകുന്നത്. പോക്കോ അതിന്റെ ആദ്യത്തെ ഡിവൈസായി പോക്കോ F1 ലോഞ്ച് ചെയ്യുമ്പോൾ ഷവോമിയുടെ സബ് ബ്രാൻഡായിരുന്ന പോക്കോ ഇപ്പോൾ സെപ്പറേറ്റ് ബ്രാൻഡായിട്ടാണ് ഫംഗ്ഷൻ ആകാൻ പോകുന്നത്. അതായത് പോക്കോ സെപ്പറേറ്റ് ബ്രാൻഡായതിനു ശേഷം അതിന്റെ ആദ്യത്തെ ഡിവൈസാണ് പോക്കോ X2 എന്ന ഡിവൈസ്. മാർക്കറ്റിലുള്ള ഒരു റീ എൻട്രി തന്നെയായിരിക്കും പോക്കോന്റെ പോക്കോ X2 എന്ന ഡിവൈസ്. അതായത് യുണീക്ക് ബ്രാൻഡ് ആയതിനു ശേഷം പോക്കോന്റെ ആദ്യത്തെ ഡിവൈസാണ് പോക്കോ X2 എന്ന ഡിവൈസ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സോട് കൂടിയായിരിക്കും പോക്കോ അതിന്റെ ഡിവൈസായ പോക്കോ X2 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കിട്ടിയ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് റെഡ്മി K30യുടെ റീബ്രാൻഡഡ് വെർഷൻ ആയിട്ടായിരിക്കും പോക്കോ X2 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റെഡ്മി K30 റീസെന്റ് ആയിട്ട് ചൈനയിൽ ലോഞ്ച് ചെയ്ത ഒരു ഡിവൈസ് ആണ്. അതിന്റെ റെഡ്മി K30 4G വേരിയന്റ് ആണ് ഇന്ത്യയിൽ പോക്കോ X2 ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റെഡ്മി K30യുടെ റീബ്രാൻഡഡ് വെർഷൻ ആയിട്ട് പോക്കോ X2 ലോഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം റെഡ്മി K30 എന്ന് പറയുന്നത് ഷവോമിയുടെ തന്നെ ഒരു ഡിവൈസ് ആണ്. പക്ഷെ ഇപ്പോൾ ഷവോമിയും പോക്കോയും യുണീക്ക് ബ്രാൻഡായിട്ടാണ് ഫംഗ്ഷൻ ആകാൻ പോകുന്നത്. സോ ഷവോമിക്ക് തന്നെ നേരിട്ട് റെഡ്മി K30 ആയിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാവുന്നതാണ്. സോ റെഡ്മി K30യുടെ റീബ്രാൻഡഡ് വെർഷൻ ആയിട്ട് പോക്കോ X2 ലോഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ച് റെഡ്മി K30യുടെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും പോക്കോ X2. സോ അതുപോലെ റെഡ്മി K30യുടെ റീബ്രാൻഡഡ് വെർഷൻ ആയിട്ട് പോക്കോ X2 ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 730G ചിപ്സെറ്റ് ആയിരിക്കും അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പോക്കോ X2ന്റെ ഡിസ്പ്ലേനെ കുറിച്ച് മാത്രം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് പോക്കോ X2 യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പോക്കോ X2 ഡിവൈസിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നോർമൽ IPS LCD ഡിസ്പ്ലേ ആണ്. അതായത് അമോൾഡ് ഡിസ്പ്ലേ അല്ല. സോ അമോൾഡ് ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഫിംഗർപ്രിന്റ് സ്കാനർ എന്ന് പറയുന്നത് ഇൻസ്ക്രീൻ ഫിംഗർപ്രിന്റ് സ്കാനർ ആയിരിക്കില്ല. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് മൊബൈലിന്റെ സൈഡിലായിരിക്കും ഫിംഗർപ്രിന്റ് സ്കാനർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് Android 10ന്റെ മേലെ ബിൽഡ് ചെയ്തിട്ടുള്ള MIUI 11 ആയിരിക്കും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന യൂസർ ഇന്റർഫേസ്. അതായത് ഷവോമിയിൽ നിന്നും സെപ്പറേറ്റ് ബ്രാൻഡായിട്ട് പോക്കോ വന്നാൽ പോലും ഷവോമിയുടെ തന്നെ യൂസർ ഇന്റർഫേസ് ആയ MIUI ആയിരിക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 4500 mAhന്റെ ബാറ്ററി ആയിരിക്കും പോക്കോ X2 യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ ഇത് 27 വാട്ട്സിന്റെ ക്വിക്ക് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് കൂടിയായിരിക്കും പോക്കോ X2. ഇതിന്റെ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് ക്വാഡ് ക്യാമറയാണ്. അതായത് 4 ക്യാമറയുള്ള ക്യാമറയാണ്. അത് നമുക്ക് വൈഡ് ആംഗിൾ, മാക്രോ, മൈക്രോ അതുപോലെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ള ഒരു ക്യാമറ ആയിരിക്കും ഇതിന്റെ പ്രൈമറി ക്യാമറ. സോ ഇതിന്റെ സെക്കൻഡറി ക്യാമറയാണെങ്കിൽ ഡ്യുവൽ ക്യാമറയാണ്. അത് ടോപ്പ് റൈറ്റ് സൈഡിൽ പഞ്ച് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതായത് പഞ്ച് ഇൻഡു സ്ക്രീൻ ആയിരിക്കും ഇതിന്റെ ഡ്യുവൽ ക്യാമറ. അടുത്തായിട്ട് ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം 15,000-നും 20,000-നും ഇടയ്ക്കായിരിക്കും പോക്കോ X2 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അറൌണ്ട് 15K ആണെങ്കിൽ ഇതൊരു നല്ലൊരു ഡിവൈസ് തന്നെയായിരിക്കും. സോ അതിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് പോക്കോ X2 ലോഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ February 4, 2020 പോക്കോ X2 ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും പോക്കോന്റെ റീ എൻട്രി തന്നെയാണ് പോക്കോ X2. സോ അതുകൊണ്ട് ഒട്ടനവധി ഫീച്ചേഴ്സോട് കൂടിയായിരിക്കും പോക്കോ X2 ലോഞ്ച് ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ബാക്കിയുള്ള മൊബൈൽസിന് പോക്കോ X2. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.